ഇന്ന് നമുക്കൊരു ഗ്രീൻ പീസ് കറി വയ്ക്കാം. സാധാരണ ഇതിൻ്റെ കൂടെ നമുക്ക് വെജിറ്റബിൾസ്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് ഒക്കെ, കോളിഫ്ലവർ ഒക്കെ യൂസ് ചെയ്യാം. ഇന്ന് ഞാൻ വെജിറ്റബിൾ ഒന്നും ഇടുന്നില്ല. ഗ്രീൻ പീസ് മാത്രം നന്നായിട്ട് കഴുകി ഒരു 10 മണിക്കൂർ കുതിരാൻ വെച്ചിട്ട് നല്ല പോലെ ഒരു 7-8 പ്രഷർ കേട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതിന് വേണ്ട അരപ്പിൽ നമുക്ക് വേണ്ടത് അരമുറി തേങ്ങ, ഒരു വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ചെറിയ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് മല്ലിപ്പൊടി വേണം. മല്ലിപ്പൊടി ഒരു 2-2.5 ടേബിൾ സ്പൂൺ വേണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചത്. ഇതെല്ലാം കൂടെ ഞാൻ നന്നായിട്ട് അങ്ങ് അരച്ചു വെച്ചു. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച ശേഷം ഞാൻ ഒരു വലിയ സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും അത് വഴറ്റിയ ശേഷം അതിലോട്ട് ഒരു ടൊമാറ്റോയും നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് നല്ലപോലെ രണ്ടും കൂടെ വഴറ്റിയെടുത്ത് അതിലോട്ട് ഗ്രീൻ പീസ്, വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഇട്ടിട്ട് നമ്മൾ ഈ അരച്ചു വെച്ച അരപ്പ് നല്ലപോലെ അങ്ങ് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിക്കണം. ഈ ഗ്രീൻ പീസും അരപ്പും എല്ലാം കൂടെ നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേക്കിനും ഫൈനലി അതിലോട്ട് കുറച്ച് പെരിഞ്ജീരകപ്പൊടി ഇട്ട് കൊടുത്ത ശേഷം മല്ലിയില ഇടേണ്ടവർക്ക് മല്ലിയില ഇടാം, കറിവേപ്പില ഇടേണ്ടവർക്ക് കറിവേപ്പില ഇടാം, രണ്ടും ചേർക്കാം. ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് തിളച്ച ശേഷം ഓഫ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. പിന്നെ കടുകിന് പകരം നമുക്ക് ജീരകം വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാനൊരു ചെറിയ സാലഡും കൂടെ ഉണ്ടാക്കി. ഗ്രീൻ പീസൊക്കെ വയ്ക്കുമ്പോൾ ഞങ്ങൾ സാധാരണ ചപ്പാത്തിക്ക് ഒരു സാലഡ് ഉണ്ടാകാറുണ്ട്. ഒരു കുക്കുംബർ, ഒരു സവാള, ഒരു തക്കാളി, 2 പച്ചമുളകും നല്ലപോലെ ചെറുതായിട്ട് ക്യാരറ്റും ഇതെല്ലാം കൂടെ അരിഞ്ഞ ശേഷം കുറച്ച് മല്ലിയില ഇട്ട് ഉപ്പും ഇട്ട് കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് അതിലോട്ട് ഒഴിച്ച ശേഷം ഇളക്കി നമുക്ക് യോജിപ്പിച്ച് കഴിക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഇന്ന് ചെറുപയർ മുളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ഓർത്ത് അതും കൂടെ അങ്ങ് ചേർക്കാം. കാരണം ചെറുപയർ തന്നെ മുളപ്പിച്ചത് ചിലപ്പോൾ ഒന്ന് കടുക് പൊട്ടിച്ചിട്ട് ഒന്ന് ഇളക്കി എടുക്കാറുണ്ട്. ഇന്നിപ്പോൾ ഓർത്ത് സാലഡിൻ്റെ കൂടെ അങ്ങ് മിക്സ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇന്ന് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ചപ്പാത്തിക്ക് ഞങ്ങൾക്ക് ഗ്രീൻ പീസ് കറിയും ഈ ചെറുപയറും കൂടെ ഇട്ട സാലഡുമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. നല്ല ഹെൽത്തി സാലഡാണ്. ഒരു നേരം ഈ സാലഡ് തന്നെയും നമുക്ക് യൂസ് ചെയ്യാം. താങ്ക്